അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാം. നിങ്ങൾ ഒരു 1 hour ടൈമിൽ എന്തൊക്കെ പഠിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റണമെന്നില്ല. പെട്ടെന്ന് നമ്മൾ ഓരോ മൊഡ്യൂളും ഫാസ്റ്റായിട്ട് എന്തൊക്കെ അതിൻ്റെ അകത്ത് പഠിക്കണം എന്ന് നോക്കി നോക്കി പോകുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് നോക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഈ നമ്മുടെ എൻ്റയർ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് സിലബസിൽ ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പഠിച്ച സമയത്ത് കാണും ഒരുപാട് തിയറി പോർഷൻ ഉണ്ട്, അതുപോലെ ഒരുപാട് പ്രോബ്ലമാറ്റിക് സെഷനും ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 3 കാര്യങ്ങൾ പഠിച്ചാൽ അത് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്നാമത് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ, രണ്ടാമത് സെൻട്രോയിഡ് കണ്ടുപിടിക്കും, മൂന്നാമത് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിൽ ഒരുപാട് പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 50 മിനിറ്റിൽ എത്രത്തോളം അത് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ പോവുക. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിക്കണം എന്ന് നമ്മൾ നോക്കും. അതാണ് നമ്മുടെ ഉദ്ദേശം. സോ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. ഇന്നലത്തെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ ഇന്നലെ കൺസിഡർ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തു വെച്ചേക്കുന്നതാണ് ഇവിടെ. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ തിയറി ക്വസ്റ്റ്യൻസിലൂടെയാണ് പോണേ. തിയറി ക്വസ്റ്റ്യൻസിൽ പ്രോപ്പർട്ടി ഓഫ് ഹാർഡ്നെസ് ഓഫ് മെറ്റീരിയൽ, പോയിസൺസ് റേഷ്യോ, ഡിഫൈൻ റെസിലിയൻസ്, വാട്ട് ഡു യു മീൻ ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഹുക്സ് ലോ, വാട്ട് ഈസ് സ്ട്രെസ്. സോ ഇതിൽ ഒരുപാട് പോർഷൻസ് ഉണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറെ പോർഷൻസ് ഉണ്ട്. ആ പോർഷൻസ് നമ്മൾ ആദ്യം ഒന്ന് പെട്ടെന്ന് നോക്കും. അപ്പൊ ആദ്യം ആ തിയറട്ടിക്കൽ പോർഷൻ ഒക്കെ മൊത്തത്തിൽ നമുക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം പോയിസൺസ് റേഷ്യോ ചോദിച്ചിട്ടുണ്ട്, റെസിലിയൻസ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഹുക്സ് ലോ, സ്ട്രെസ്, പ്രോപ്പർട്ടി ഓഫ് ഹാർഡ്നെസ്. ഈ പ്രോപ്പർട്ടി ഓഫ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഏകദേശം എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു പോർഷനാണ് എക്സ്പ്ലെയിൻ മെക്കാനിക്കൽ പ്രോപ്പർട്ടി. ഇവിടെ കണ്ടോ, എക്സ്പ്ലെയിൻ ഇനി 4 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. അത് കഴിഞ്ഞ് പോയാൽ അഗെയിൻ 6 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് പറ്റും. എലാസ്റ്റിസിറ്റി, ഹാർഡ്നെസ്, ഡക്റ്റിലിറ്റി, സ്റ്റിഫ്നെസ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അത് എന്തായാലും പഠിക്കേണ്ട കാര്യമാണ്. അടുത്തത് റെസിലിയൻസ്. റെസിലിയൻസ് വരുന്നത് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിന്റെ ലാസ്റ്റ് പോർഷനായ സ്ട്രെയിൻ എനർജിയിലാണ്. ഇവിടെ നോക്ക്, ഇവിടെ റെസിലിയൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം റെസിലിയൻസ്, പ്രൂഫ് റെസിലിയൻസ്, മോഡുലസ് ഓഫ് റെസിലിയൻസ്. കുറച്ച് കഴിഞ്ഞാൽ പോയിസൺസ് റേഷ്യോ, ബൾക്ക് മോഡുലസ്, മോഡുലസ് ഓഫ് റെസിലിറ്റി, അതുപോലെ റെസിലിയൻസ്, പ്രൂഫ് റെസിലിയൻസ്, മോഡുലസ് ഓഫ് റെസിലിയൻസ്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ, സ്ട്രെസ്, സ്ട്രെയിൻ, ഇതിന്റെ ഒക്കെ ഡെഫിനിഷൻസ്. സോ ബേസിക്കലി നമ്മൾ പഠിച്ച സ്ലൈഡ്സിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു സ്ലൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നമ്മളൊരു 9 ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. എലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി, ബ്രിട്ടിൽനെസ്, ടഫ്നെസ്. ഇങ്ങനെ ഒരു 9 ഡിഫറെന്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട ഒരു പോർഷനാണ് ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്നുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പോർഷൻ സ്ട്രെസ്, സ്ട്രെയിൻ, ഇതിന്റെ ഡെഫിനിഷൻ, അതുപോലെ സ്ട്രെസ് സ്ട്രെയിൻ ക്ലാസിഫിക്കേഷൻ. സ്ട്രെസ്സിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞാണ്, എന്തായാലും നിങ്ങൾ ഏത് ഇന്റർവ്യൂവിന് പോയാലും നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് സ്ട്രെസ്, വാട്ട് ഈസ് സ്ട്രെയിൻ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ when a body is subjected to an external force, the body offers resistance. ആ റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്ട്രെസ് എന്ന് പറയാം. അപ്പൊ അതിന്റെ യൂണിറ്റ് പാസ്കൽ ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ സ്ട്രെസ്സിന്റെ ഡെഫിനിഷൻ പഠിക്കണം, സ്ട്രെസ്സിന്റെ ടൈപ്സും പഠിക്കണം. ഇത് നിങ്ങൾക്ക് ഏത് പോർഷനിലും ABC ഏത് സെക്ഷനിലും വേണമെങ്കിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ സ്ട്രെസ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. അതുപോലെ സ്ട്രെയിൻ ഉണ്ട്, സ്ട്രെയിനിന്റെ ഡെഫിനിഷൻ, സ്ട്രെയിനിന്റെ ക്ലാസിഫിക്കേഷൻ, ഇതും പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇനി തിയറി പോർഷനിലോട്ട് വരുമ്പോൾ അനദർ ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഹുക്സ് ലോ. ഹുക്സ് ലോന്റെ ഏതൊരു ലോയും നിങ്ങളോട് സ്റ്റേറ്റ് ദിസ് ലോ എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതാണ് സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് എഴുതുക. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിന്റെ മാത്തമാറ്റിക്കൽ ഫോം എഴുതുക.
ഇക്വേഷൻ എഴുതുക, എന്നിട്ട് ആ ഇക്വേഷനിലെ ഓരോ സാധനങ്ങൾ എന്താണെന്ന് എഴുതുക. ഇപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എന്താ? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എപ്സിലോൺ. അതിൽ സിഗ്മ എന്ന് പറഞ്ഞ സ്ട്രെസ് ആണ്, ഇ എന്ന് പറഞ്ഞ മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി ആണ്, എപ്സിലോൺ എന്ന് പറഞ്ഞ സ്ട്രെയിൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. അങ്ങനെയാണ് എപ്പോഴും ആൻസറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ സ്റ്റേറ്റ് ഈ ലോ എന്ന് പറഞ്ഞാൽ ലോ എഴുതുക, അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം എഴുതുക. അതുപോലെ ഏത് ഡെഫിനേഷൻ ചോദിച്ചാലും ഇപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ എഴുതുക ആർ ബൈ എ, അങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി വെക്കുക. അങ്ങനെ എല്ലാ ഡെഫിനിഷൻസിലും ഇക്വേഷൻസും കൂടെ എഴുതാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഹുക്സ് ലോ ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ടെൻഷൻ പിസ്റ്റോൺസ് മൈൽഡ് സ്റ്റീൽ. ഇതിൽ ടെസ്റ്റ് ഒന്നും അല്ല ഇമ്പോർട്ടന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഇതാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവസാനത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ. സോ ഇങ്ങനെ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ചോദിക്കാറുണ്ട്. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ ബാർ. സാധാരണ ഒരു 7-8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ കർവ് വരയ്ക്കാൻ പഠിക്കുക. ഈ കർവിന് പല പോയിന്റ്സ് ഉണ്ട്, ഒ, എ, ബി, സി, ഡി, ഇ, എഫ് എന്ന് പറഞ്ഞിട്ട്. എ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്, ബി എലാസ്റ്റിക് ലിമിറ്റ്, സി, ഡി, ഇ, എഫ്. ഇങ്ങനെ ഓരോ പോയിന്റ്സിന്റെയും പേരെന്താണ്, അതാണ് സാലിയൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. എ, ബി, സി, ഡി, ഇ, എഫ്. അതിന്റെ പേരെന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ പോയിട്ട് നോക്കാം. ഇവിടം വരെയാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്, അവിടം വരെയാണ് ഹുക്സ് ലോ വാലിഡ്. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഡെഫിനിഷനും ഈ കർവ് വരയ്ക്കാനും, കർവ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക വൈ ആക്സിസിൽ എന്താണ്, എക്സ് ആക്സിസിൽ എന്താണെന്നൊന്നും തെറ്റിപ്പോരുത്. വൈ ആക്സിസിൽ സ്ട്രെസ് ആണ്, എക്സ് ആക്സിസിൽ സ്ട്രെയിൻ ആണ്. സോ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്തായാലും പഠിക്കേണ്ട ഒരു പോർഷൻ ആണ്. പിന്നെ തിയറട്ടിക്കൽ പോർഷനുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ടിരിക്കും ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, വർക്കിംഗ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ്. ഈ ഒരു ഫിഗർ വെച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നമ്മൾ ഏതൊരു സ്ട്രക്ചറും ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡിസൈൻ ലോഡിന് വേണ്ടിയാണ്. ആ ലോഡിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും ഒരു കാരണം വന്നാൽ, സോ അതിന്റെ സ്ട്രെങ്ത്തിന്, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് പൊട്ടിപ്പോകും. അപ്പൊ നമ്മൾ അതിന്റെ ആക്ച്വൽ സ്ട്രെങ്ത്തിനല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയ സ്ട്രെങ്ത്തിനാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ്, കൂടുതൽ ലോഡിന് കൺസിഡർ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. സ്ട്രെങ്ത്തിലോട്ട് വരുമ്പോൾ അതിന്റെ ആക്ച്വൽ സ്ട്രെങ്ത്തിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ സ്ട്രെങ്ത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യണത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫാക്ടറാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിരുന്നു. സോ ഫാക്ടർ ഓഫ് സേഫ്റ്റിന്റെ ഡെഫിനിഷൻ ഇതാണ്, റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്. FOS അൾട്ടിമേറ്റ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ്. ഇത് നമ്മൾ പഠിച്ചതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ വരുന്നത് പോയിസൺസ് റേഷ്യോ ഒക്കെയാണ്. പോയിസൺസ് റേഷ്യോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പോയിസൺസ് റേഷ്യോ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ടൈപ്സ് ഓഫ് സ്ട്രെയിൻ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ലാറ്ററൽ സ്ട്രെയിനും ലീനിയർ സ്ട്രെയിനും ഒക്കെ വന്നിട്ടുണ്ടാവും. സോ അത് വെച്ചാണ് നമ്മൾ പോയിസൺസ് റേഷ്യോ ഒക്കെ പറയാം. സോ ഇവിടെ നിങ്ങൾക്ക് പോയിസൺസ് റേഷ്യോ കാണാം. പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. പോയിസൺസ് റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യേണ്ട സമയത്തും വേണ്ടി വരും. സോ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നുള്ള പോയിസൺസ് റേഷ്യോ പഠിക്കുക. സോ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇങ്ങനെ നമ്മളൊരു സാധനത്തിനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് അതിനെന്താ സംഭവിക്കുക, ഇതിന്റെ ലെങ്ത് കൂടും, ക്രോസ് സെക്ഷൻ കുറയും. ഇത് ക്രോസ് സെക്ഷൻ കുറയുന്ന ഈ ഇമേജിൽ നിന്ന് കാണാം, ലെങ്ത് കൂടുന്ന ഈ ഇമേജിൽ നിന്ന് കാണാം. സോ ലീനിയർ ഡയറക്ഷനിലും ലാറ്ററൽ ഡയറക്ഷനിലും എന്ന് വെച്ചാൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും രണ്ടിലും ഡീഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ ലാറ്ററൽ ഡയറക്ഷനിലുള്ള ഡീഫോർമേഷനെ സൂചിപ്പിക്കുന്നതാണ് ലാറ്ററൽ സ്ട്രെയിൻ. അതുപോലെ ലീനിയർ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ നടക്കുന്ന ഡീഫോർമേഷനെ സൂചിപ്പിക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അത് തമ്മിലുള്ള റേഷ്യോ ആണ് പോയിസൺസ് റേഷ്യോ. ഇപ്പൊ പോയിസൺസ് റേഷ്യോ പഠിക്കണം. ഇനി എലാസ്റ്റിക് കോൺസ്റ്റന്റ്, ഇത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി, മോഡുലസ് ഓഫ് റിജിഡിറ്റി, ബൾക്ക് മോഡുലസ്. ഇതിന്റെ ഡെഫിനിഷൻ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ മൂന്നും പഠിക്കുക. മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ഷിയർ മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ വോളിയോമെട്രിക് മോഡുലസ് ആണ്, അല്ലെ. അതായത് വോളിയോമെട്രിക് സ്ട്രെയിൻ വരുന്നതാണ് ബൾക്ക് മോഡുലസ്, ഷിയർ സ്ട്രെയിൻ വരുന്നതാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി, നമ്മുടെ സാധാരണ സ്ട്രെയിൻ ലീനിയർ സ്ട്രെയിൻ വരുന്നതാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി. അപ്പോൾ 3 എലാസ്റ്റിക് കോൺസ്റ്റന്റ്സിന്റെ ഡെഫിനിഷനും തിയറി പോർഷനിൽ നിങ്ങൾ പഠിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾ വേറെ എന്തൊക്കെ ഒരു പോർഷൻസും ഈ സെക്കൻഡ് മൊഡ്യൂളിൽ വിട്ടാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പോർഷനാണ് സ്ട്രെയിൻ എനർജി. കാരണം വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ എല്ലാ പരീക്ഷയ്ക്കും
റിപ്പീറ്റേറ്റീവ് ആയിട്ട് സ്ട്രെയിൻ എനർജി എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് പ്രോബ്ലംസ് ആയാലും തിയറി ആയാലും നിർബന്ധമായിട്ട് സ്ട്രെയിൻ എനർജി പഠിച്ചിരിക്കുക. സ്ട്രെയിൻ എനർജി വളരെ കുറച്ചേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിൽ പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ഈ 3 ഡെഫിനിഷനാണ്. റെസിലിയൻസ് എന്താണ്, പ്രൂഫ് റെസിലിയൻസ് എന്താണ്, മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്താണ്. ഈ 3 ഡെഫിനിഷൻസ് നന്നായിട്ട് പഠിച്ചിരിക്കും. 3ഉം ഇന്റർ കണക്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവാം. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്ട്രെയിൻ കൊണ്ടുണ്ടാവുന്ന എനർജി, അതായത് നമ്മളൊരു അമ്പും വില്ലും പിടിക്കുമ്പോൾ അമ്പ് വലിച്ചു വെച്ചിട്ട് വിടുക ചെയ്യുക അല്ലെ. ആ വലിച്ചു വെക്കുമ്പോൾ സ്റ്റോർ ചെയ്യുന്ന എനർജി, അതാണ് സ്ട്രെയിൻ എനർജി. സ്ട്രെയിൻ എനർജിയുടെ ഡെഫിനിഷൻ എനർജി സ്റ്റോർഡ് ഡ്യൂ ടു സ്ട്രെയിനിങ് ഓർ ഡീഫോർമേഷൻ ആണ്. സ്ട്രെയിൻ എനർജി ഒരു എനർജി സ്റ്റോർഡ് ആണ്. ഈ സ്ട്രെയിൻ എനർജിക്ക് തന്നെ പറയുന്ന വേറൊരു പേരാണ് റെസിലിയൻസ്. ഓക്കെ, റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എനർജി തന്നെയാണ്. ഒരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞാൽ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ്, അതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇനി പ്രൂഫ് റെസിലിയൻസ്. ഇനി സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫ് വെച്ചെടുത്താൽ ലോഡ് ഡിഫോർമേഷൻ കർവിന്റെ സ്ലോപ്പാണ് സ്ട്രെയിൻ എനർജി. ഇവിടെ നിങ്ങൾക്ക് 2 ഇക്വേഷൻ കാണാം. U is equal to half P delta, U is equal to sigma square 2E V. ഈ 2 ഇക്വേഷനും സ്ട്രെയിൻ എനർജിന്റെ ആണ്. ഇതേ സാധനം തന്നെയാണ് എന്ത് റെസിലിയൻസ് എന്ന് പറയുന്നത്. സോ എലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിലാണ് സ്ട്രെയിൻ എനർജി എങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിലിയൻസ്. അപ്പൊ ഇതിൽ സിഗ്മ എന്ന് പറഞ്ഞ സ്ട്രെസ് ആണ്. ഇപ്പൊ എലാസ്റ്റിക് ലിമിറ്റിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്തിട്ട്, ഓർക്കുക, എലാസ്റ്റിക് ലിമിറ്റിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്തിട്ട് അതിന്റെ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, അതിന്റെ സ്ട്രെസ് ആണ് ഈ സിഗ്മ. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജിയാണ് റെസിലിയൻസ്. അടുത്തത് പ്രൂഫ് റെസിലിയൻസ്. പ്രൂഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം റെസിലിയൻസ് ആണ്. ഇപ്പൊ മാക്സിമം റെസിലിയൻസ് കിട്ടുന്നത് എവിടെയാണ്? പെർമനന്റ് ഡിഫോർമേഷൻ ഇല്ലാതെ മാക്സിമം സ്ട്രെയിൻ എനർജി ഓഫ് ബോഡി വിത്തൗട്ട് അണ്ടർഗോയിങ് പെർമനന്റ് ഡിഫോർമേഷൻ, അതാണ് പ്രൂഫ് റെസിലിയൻസ്. ഇപ്പൊ പെർമനന്റ് ഡിഫോർമേഷൻ തുടങ്ങുന്നത് എലാസ്റ്റിക് ലിമിറ്റിന് ശേഷമാണ്. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. സോ അതിനു മുൻപേ ഉള്ള മാക്സിമം സ്ട്രെയിൻ എനർജി. അപ്പൊ അത് ഈ ഇക്വേഷൻ വെച്ച് നോക്കിയാൽ ഈ സിഗ്മേന്റെ വാല്യൂ മാക്സിമം ആവുന്ന സമയം അതെവിടെയാ? എലാസ്റ്റിക് ലിമിറ്റിൽ. സോ ഈ സിഗ്മയ്ക്ക് പകരം സിഗ്മ വൈ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രൂഫ് റെസിലിയൻസ് ആയി. സിഗ്മ വൈ സ്ക്വയർ ബൈ 2E ഇൻറ്റു വി. ഇത് റെസിലിയൻസ്, ഇത് പ്രൂഫ് റെസിലിയൻസ്, അതിന്റെ മാക്സിമം. ഇനി അടുത്ത മോഡുലസ് ഓഫ് റെസിലിയൻസ്. അതെന്താണ്? ഇതിന്റെ പ്രൂഫ് റെസിലിയൻസ് ഡിവൈഡഡ് ബൈ വോളിയം. സോ ഇതിന്റെ ബൈ വോളിയം ആണ് മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഡെഫിനിഷനും ഇതിന്റെ ഇക്വേഷനും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നും പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഈ പോർഷനിൽ പഠിക്കേണ്ടത് ഇതാണ്: സ്ട്രെസ് ഡ്യൂ ടു ഗ്രാജുവലി അപ്ലൈഡ് ലോഡ്, സ്ട്രെസ് ഡ്യൂ ടു സഡൻലി അപ്ലൈഡ് ലോഡ്, സ്ട്രെസ് ഡ്യൂ ടു ഇമ്പാക്ട് ലോഡ്. സോ അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മതി. ഈ ഒരു പോർഷനിൽ നിങ്ങൾ സ്ട്രെയിൻ എനർജി പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ സ്ലൈഡിലുണ്ട്. സോ സ്ട്രെയിൻ എനർജിന്റെ ഇക്വേഷൻ, സ്ട്രെയിൻ എനർജി അല്ലെങ്കിൽ റെസിലിയൻസിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: സിഗ്മ സ്ക്വയർ 2E ബൈ വി അല്ലെങ്കിൽ ഹാഫ് പി ഡെൽറ്റ. പി എന്ന് പറഞ്ഞാൽ ലോഡ്, വി എന്ന് പറഞ്ഞാൽ വോളിയം, ഡെൽറ്റ എലോങ്ങേഷൻ, എല്ലാം നിങ്ങൾക്ക് അറിയാം. സോ അത് സിഗ്മ വൈ ആവുമ്പോൾ പ്രൂഫ് റെസിലിയൻസ് ആയി. ഇനി പ്രൂഫ് റെസിലിയൻസ് ബൈ വോളിയം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡുലസ് ഓഫ് റെസിലിയൻസ് ആയി. സോ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്: റെസിലിയൻസ് കണ്ടുപിടിക്കുക, പ്രൂഫ് റെസിലിയൻസ് കണ്ടുപിടിക്കുക, മോഡുലസ് ഓഫ് റെസിലിയൻസ് കണ്ടുപിടിക്കുക. അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്: ലോഡ് ഗ്രാജുവലി അപ്ലൈ ചെയ്യുന്നു, ലോഡ് സഡൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്നു, ആ സമയത്ത് എത്രയാണ് സ്ട്രെസ് വരിക? സോ അതിന്റെ ഇക്വേഷൻസ് നിങ്ങൾ നോക്കുക. ഗ്രാജുവലി അപ്ലൈഡ് ആകുമ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു പി ബൈ എ, സഡൻലി അപ്ലൈഡ് ആകുമ്പോൾ 2 ടൈംസ് പി ബൈ എ. ഇത് ഓർത്തിരിക്കാൻ എളുപ്പം ആലോചിച്ചാൽ മതി. ഗ്രാജുവൽ എന്ന് പറഞ്ഞാൽ ലോഡ് പതുക്കെ അപ്ലൈ ചെയ്യുന്നുള്ളൂ, അപ്പോൾ കുറച്ച് സ്ട്രെസ്സേ വരുന്നുള്ളൂ. സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യുന്നു, പെട്ടെന്ന് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഇരട്ടി എഫക്റ്റ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പി ബൈ എ 2 ടൈംസ് പി ബൈ എ, അതാണ് സ്ട്രെസ്. സോ അടുത്തത് ഇമ്പാക്ട് ലോഡ്. ആ ഇക്വേഷൻ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, നിങ്ങൾക്ക് പഠിച്ചു വെക്കാം, കുഴപ്പമൊന്നുമില്ല. സോ ഇത്രയുമാണ് തിയറി പോർഷനിൽ പഠിക്കേണ്ടത്. ഞാൻ ബേസിക് ആയിട്ട് തിയറിയിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് പ്രോബ്ലംസിലോട്ട് പോവാം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ തിയറിയിലോട്ട് വന്നാൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഇത് ഒക്ടോബർ 2016 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബി പാർട്ടിൽ. എ ഹോളോ സിലിണ്ടർ 4 മീറ്റർ ലോങ്, അതിന് ഡയമീറ്റർ ഒക്കെ തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ സ്ട്രെസ് ആൻഡ് ഡീഫോർമേഷൻ ഓഫ് ദ സിലിണ്ടർ വെൻ ഇറ്റ് ഈസ് ക്യാരിങ് ആൻ ആക്സിയൽ ടെൻസൈൽ ലോഡ്. അടുത്ത ഒക്ടോബർ 2017 ആൻ അലോയ് ബാർ 1 മീറ്റർ ലോങ് 200 mm², ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്, കംപ്രസീവ് ഫോഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി തന്നിട്ടുണ്ട്, ഡിക്രീസ് ഇൻ ലെങ്ത് ഓഫ് ബാർ. 2 ക്വസ്റ്റ്യൻ ഏകദേശം സിമിലർ ആണ്. ഇനി അഗൈൻ അടുത്തതിൽ വന്നു കഴിയുമ്പോൾ പിന്നെയും നോക്ക്,
ആക്സിയൽ പുള്ള് തന്നിട്ടുണ്ട്, സ്ട്രെസ് സ്ട്രെയിൻ എലോങ്ങേഷൻ ഡയമീറ്റർ ഒക്കെ തന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ബി പാർട്ടിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ മൊഡ്യൂളിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ ആണ്. സാധാരണ നമ്മൾ ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ലോഡ് അതിന്റെ ഡീഫോർമേഷൻ. അപ്പൊ ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ. അപ്പൊ സ്ട്രെസ് സ്ട്രെയിൻ ഈ കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് പോർഷനിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ പോർഷൻ ടെമ്പറേച്ചർ സ്ട്രെസ് ആണ്. ലോഡിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് വരുന്ന സ്ട്രെസ്സസ് ആണ് രണ്ടാമത്തെ പോർഷനിൽ പഠിക്കുന്നത്. ലാസ്റ്റ് പോർഷനിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? സ്ട്രെയിൻ എനർജിയാണ്. ഇത് മൂന്നുമാണ് ഈ ഒരു മൊഡ്യൂളിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ബി പാർട്ടിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഷോർട്ടനിങ്. അതായത് ഡീഫോർമേഷൻ ഡ്യൂ ടു ആൻ ആക്സിയൽ ലോഡ്. അത് കംപ്രഷൻ ആവാം, ടെൻഷൻ ആവാം. ആ ലോഡ് കൊണ്ടുണ്ടാകുന്ന ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പി എൽ ബൈ എ ആണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ബി പാർട്ടിൽ 6 മാർക്കിന് പ്രതീക്ഷിക്കാം. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കണം, സ്ട്രെയിൻ കണ്ടുപിടിക്കണം, എലോങ്ങേഷൻ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഡാറ്റ ഒരു സർക്കുലർ റോഡ് ഉണ്ട്, അതിന്റെ ഡയമീറ്റർ ലെങ്ത്തും തന്നിട്ടുണ്ട്, അതിൽ ടെൻസൈൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത് അത് തന്നിട്ടുണ്ട്, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി തന്നിട്ടുണ്ട്, സ്ട്രെസ് കണ്ടുപിടിക്കുക, സ്ട്രെയിൻ കണ്ടുപിടിക്കുക, എലോങ്ങേഷൻ കണ്ടുപിടിക്കുക. ഈ 3 കാര്യങ്ങളുടെയും ബേസിക് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസ്. സോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് ബൈ ഏരിയ. ഇവിടെ ക്വസ്റ്റ്യനിൽ ലോഡ് തന്നിട്ടുണ്ടല്ലോ 45 കിലോമീറ്റർ. ഇത് ടെൻഷൻ ആണ്. ഇപ്പൊ 45 കിലോമീറ്റർ. ഏരിയ എന്ന് വെച്ചാൽ സർക്കുലർ ക്രോസ് സെക്ഷൻ, അതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ പി ബൈ എ ചെയ്താലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അടുത്തത് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. സോ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി തന്നിട്ടുണ്ട് അല്ലേ. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ഇ ഈസ് ഈക്വൽ ടു 200 കിലോന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ് ഓൾറെഡി കണ്ടുപിടിച്ചു, ഇനി സ്ട്രെയിൻ കണ്ടുപിടിച്ചൂടെ? സ്ട്രെസ് ബൈ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. അങ്ങനെ നിങ്ങൾക്ക് സ്ട്രെയിൻ കണ്ടുപിടിക്കാം. അടുത്തത് എലോങ്ങേഷൻ ആണ് നമ്മുടെ പി എൽ ബൈ എ ഇക്വേഷൻ. സോ ഈ ഒരു ജനറൽ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾക്ക് എലോങ്ങേഷൻ ആയിരിക്കും തന്നത്, എന്നിട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കാനൊക്കെ പറയും. സോ ഈ ഒരു ബേസിക് ഇക്വേഷൻ സെറ്റ് മാത്രം ഇതിൽ ഉപയോഗിച്ചാൽ മതി. അതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇതിന്റെ പല ടൈപ്പ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഹോളോ സർക്കുലർ സിലിണ്ടറിന്റെ എക്സ്റ്റേണലും ഇന്റേണലും തന്നിട്ട് ഇവിടെ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി ആ ഒരു ബേസിക് ഇക്വേഷൻ വെച്ച് അതിന്റെ ഏത് ടൈപ്പ് ഡെറിവേഷൻസും നമുക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അപ്പോൾ ബേസിക് ആയിട്ട് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അതാണ്. ഇനി ബി പാർട്ടിൽ അടുത്ത് വരാൻ സാധ്യത നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. കോമ്പൗണ്ട് ബാർസ് ആണ്. കോമ്പൗണ്ട് ബാർസിനെ കുറിച്ച് ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടെമ്പറേച്ചർ സ്ട്രെസ് ഉണ്ട്. എ റോഡ് ഈസ് 2 meters long at 10 degrees Celsius. Find the expansion of the rod when the temperature is raised to 80 degrees. If this expansion is prevented, find the stresses in the material. സോ ഇങ്ങനെ ടെമ്പറേച്ചർ സ്ട്രെസ്സിന്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അത്ര ഫ്രീക്വന്റ് അല്ല, എന്നാലും ചോദിച്ച് കാണുന്നുണ്ട്. ടെമ്പറേച്ചർ സ്ട്രെസ് ഒന്ന് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു പോവാം. നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു പോകും. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് ഇൻ ബിറ്റ്വീൻ. സോ ടെമ്പറേച്ചർ സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ 2 കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എക്സ്പാൻഷൻ ആണ് സംഭവിക്കുക. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുക. ഓക്കെ, ഈ എക്സ്പാൻഷന് കോൺട്രാക്ഷനെ തടയാൻ ഒന്നുമില്ല എങ്കിൽ ഫ്രീ ടു എക്സ്പാൻഡ് അല്ലെങ്കിൽ ഫ്രീ ടു കോൺട്രാക്ട് ആണ്. അതായത് ചൂടാവുന്ന സമയത്ത് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, തണുപ്പിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് കോൺട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്താണ്? സ്ട്രെസ് ഇല്ല. സ്ട്രെസ് എപ്പോഴാണ് ഉണ്ടാവുക? റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോഴാണ്. സോ റെസിസ്റ്റൻസ് ഇല്ലാത്ത സമയത്ത് സ്ട്രെസ് വിൽ ബി 0. സോ ഫ്രീ ടു എക്സ്പാൻഡ്, ഫ്രീ ടു കോൺട്രാക്ട് ആണെങ്കിൽ സ്ട്രെസ്സസ് വിൽ ബി 0. ഓക്കെ, ഇനി അങ്ങനെയല്ല, എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സസിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എന്ന് വിളിക്കുക. ഇനി സ്ട്രെസ് ഉണ്ടാവാതെ അതിന് മാക്സിമം ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ പി എൽ ബൈ എ എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചതുപോലെ പി എൽ ബൈ എ എപ്പോഴാണ് വരിക? ഒരു ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ.
അതുപോലെ ടെമ്പറേച്ചർ കൊണ്ടുണ്ടാവുന്ന എക്സ്പാൻഷൻ അടുത്ത ബേസിക് ഇക്വേഷൻ ആണ് എൽ ആൽഫ ടി. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്, ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച്. നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടുണ്ടാവുന്ന എക്സ്പാൻഷൻ. അപ്പം 50 ഡിഗ്രിന്ന് 60 ഡിഗ്രി ആകുമ്പോൾ അല്ലെങ്കിൽ 30 ഡിഗ്രിന്ന് 20 ഡിഗ്രി ആകുമ്പോൾ കുറയുമ്പോൾ എത്ര എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ നടക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ടി. ഈ ഇക്വേഷനും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ആണ്. ഇത് വെച്ചിട്ട് ഏറ്റവും ബേസിക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സ്ലൈഡിലുള്ള കാര്യങ്ങളാണ്. ഒന്നാമത് ഫ്രീ ടു എക്സ്പാൻഡ്. ഫ്രീ ടു എക്സ്പാൻഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും തന്നു. അതിന്റെ ടെമ്പറേച്ചർ ഇവിടം തൊട്ട് ഇവിടം വരെ കൂടുന്നു എന്ന് പറയുന്നു. അതിന്റെ ആൽഫ വാല്യൂ ഒക്കെ തന്നു, ഇതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയാണ് ദ റോഡ് ഈസ് ഫ്രീ ടു എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് അതിന്റെ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്ട്രെസ്സസ് വിൽ ബി 0, എക്സ്പാൻഷൻ വിൽ ബി എൽ ആൽഫ ടി. നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലം നോക്കാം. സോ ഇതൊരു റെയിൽവേ ക്രോസിംഗിന്റെ കാര്യം പറഞ്ഞൊരു പ്രോബ്ലം ആയിരുന്നു. അതിൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിൽ എത്ര എക്സ്പാൻഷൻ ഉണ്ടാവും? സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നില്ലെങ്കിലുള്ള എക്സ്പാൻഷനാണ് എൽ ആൽഫ ടി എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. എൽ ആൽഫ ടി 3.024. ഇനി ഇതിന് രണ്ട് വേറെ കേസസ് വരാം. ഈ എക്സ്പാൻഷൻ റീസ്ട്രെയിൻ ചെയ്യുന്നു ഫുള്ളായിട്ട് അല്ലെങ്കിൽ പാർഷ്യലായിട്ട്. അതിന്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണാം. ഫുള്ളി റീസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ചൂടാവുന്ന സമയത്ത് ആക്ച്വലി എൽ ആൽഫ ടി എക്സ്പാൻഷൻ നടക്കണമായിരുന്നു, അത് ഫ്രീ ആയിട്ടാണെങ്കിൽ. പക്ഷെ ഇവിടെ ഫ്രീ അല്ല, അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? സപ്പോർട്ട് ഉണ്ട്. അപ്പൊ സപ്പോർട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യും അല്ലെ. ആ റെസിസ്റ്റൻസ് എത്രയാണ്? ഫോഴ്സ് പി ആണെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന എക്സ്പാൻഷൻ ആണ്. സോ എൽ ആൽഫ ടി ഇങ്ങോട്ട് വലിയാനുണ്ടായിരുന്നത് പി എൽ ബൈ എ ഇങ്ങോട്ട് തടയും. അതാണ് നമ്മുടെ കേസ്. അപ്പൊ എൽ ആൽഫ ടി ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ എന്നൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ തെർമൽ സ്ട്രെസ് കിട്ടും, ഇ ആൽഫ ടി. ഓക്കെ. സോ ഫുള്ളി റീസ്ട്രെയിൻഡ് കേസിൽ എക്സ്പാൻഷൻ 0 ആണ്. ഓക്കെ. ഫ്രീ ടു എക്സ്പാൻഡ് ആണെങ്കിൽ എക്സ്പാൻഷൻ എൽ ആൽഫ ടി ആണ്, സ്ട്രെസ് 0 ആണ്. ഇവിടെ ഫുള്ളി റീസ്ട്രെയിൻഡ് ആണെങ്കിൽ എക്സ്പാൻഷൻ 0 ആണ്, തെർമൽ സ്ട്രെസ് ഉണ്ട്, അത് ഇ ആൽഫ ടി ആണ്. സോ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. അടുത്തത് പാർഷ്യലി റീസ്ട്രെയിൻഡ് എന്ന് വെച്ചാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ടാണ് അതിന് സപ്പോർട്ട് ഉള്ളത്. അപ്പൊ ഇവിടെ ചൂടാക്കി കഴിഞ്ഞാൽ ഇത്രയും ദൂരം അതിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ ആക്ച്വലി എൽ ആൽഫ ടി എക്സ്പാൻഡ് ചെയ്യാം അല്ലെ, വെറുതെ റീസ്ട്രെയിൻ ഒന്നും എൽ ആൽഫ ടി വരെ അതിന് എക്സ്പാൻഡ് ചെയ്ത് പോവാം. ഇനി ആക്ച്വലി ഇവിടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കും? അതിന് എൽ ആൽഫ ടി വരെ പോകാൻ പറ്റില്ല, ഡെൽറ്റ വരെ പോകാൻ പറ്റുള്ളൂ. എൽ ആൽഫ ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പി ഫോഴ്സ് വരുന്നുണ്ട്. അപ്പൊ പി എൽ ബൈ എ ഇങ്ങോട്ട് തിരിച്ച് തള്ളി അതിന് ഒറിജിനൽ പൊസിഷനിലാക്കുമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ റിസൾട്ടന്റ് എക്സ്പാൻഷൻ എത്രയാ? ഡെൽറ്റ മാത്രമേ പോവുള്ളൂ അല്ലെ. ടോട്ടലായിട്ട് ഡെൽറ്റയെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി സ്ട്രെസ് എത്രയായിരിക്കും? എൽ ആൽഫ ടി ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ പ്ലസ് ഡെൽറ്റ എന്നുള്ളൊരു ഇക്വേഷൻ എഴുതാം. നമ്മളിവിടെ പറഞ്ഞല്ലോ, നമ്മളിവിടെ ആക്ച്വലി ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് അല്ലെ. ഇവിടെ എൽ ആൽഫ ടി അങ്ങോട്ട് പോവുമായിരുന്നു, ആ എൽ ആൽഫ ടിനെ തിരിച്ചെന്ത് പി എൽ ബൈ എ റെസിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ എൽ ആൽഫ ടി ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ. ഇവിടെ വരുന്ന സമയത്തോ എൽ ആൽഫ ടി അങ്ങോട്ട് പോകുന്നു, അതിൽ ഡെൽറ്റ വരെ പോകാൻ പറ്റുള്ളൂ, ബാക്കി പി എൽ ബൈ എ ആണ്. സോ ഇവിടെ തൊട്ട് ഇവിടം വരെ എൽ ആൽഫ ടി അത് ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ പ്ലസ് ഡെൽറ്റ. സോ അങ്ങനെ വെച്ചിട്ടാണ് പാർഷ്യലി റീസ്ട്രെയിൻഡ് ആണെങ്കിൽ പ്രോബ്ലം ചെയ്യുക. അപ്പൊ ആ ഒരു 3 കേസിന്റെ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പോയി നോക്കാം. സോ സിമ്പിൾ എക്സ്പാൻഷൻ ആണെങ്കിൽ ജസ്റ്റ് എൽ ആൽഫ ടി എടുത്താൽ നിങ്ങൾക്ക് എക്സ്പാൻഷൻ കിട്ടും. ഫുള്ളി റീസ്ട്രെയിൻഡ് ആണെങ്കിൽ ഇ ആൽഫ ടി എടുത്താൽ തെർമൽ സ്ട്രെസ്സസ് കിട്ടും. ആ കേസിൽ എക്സ്പാൻഷൻ ഉണ്ടാകാതിരിക്കും, ഓർക്കുക. ഓക്കെ. സോ അതാണ് നമുക്ക് മേജർ ആയിട്ട് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ. പിന്നെയുള്ള ക്വസ്റ്റ്യൻ പ്രൂഫ് റെസിലിയൻസ്, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് ആണ്. ആ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുന്നതായിട്ട് കാണാം. ലാറ്ററൽ സ്ട്രെയിൻ, വോളിയോമെട്രിക് സ്ട്രെയിൻ, അതുപോലെ പോയിസൺസ് റേഷ്യോ, ബൾക്ക് മോഡൽസ്, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസും നിങ്ങൾക്ക് ബി പാർട്ടിൽ ചോദിക്കാറുണ്ട്. സോ തിയറിയും ചെറിയ പ്രോബ്ലംസും ഇൻകോപ്പറേറ്റ് ചെയ്ത് വരുന്ന ഒരു പോർഷൻ ആണ് നിങ്ങളുടെ ബി പാർട്ട് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ മേജർ ആയിട്ടുള്ള യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ഇവിടെയും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ചിലപ്പോൾ തിയറി ചോദിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം എലാസ്റ്റിറ്റി, ഹാർഡ്നസ്, ഡക്റ്റിലിറ്റി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പിന്നെയും ചോദിച്ചിട്ടുണ്ട്. ദ എക്സ്പ്ലെയിൻ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്, നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്.
ഇതിന് പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ അതിനൊരു ജനറൽ പാറ്റേൺ ഉണ്ട്. ഒന്നാമത്തെ ജനറൽ പാറ്റേൺ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഒന്നാമത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു സ്ട്രെയിൻ എനർജി ടൈപ്പ് പ്രോബ്ലം. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും തരും, അത് അപ്ലൈഡ് ഗ്രാജുവലി അങ്ങനത്തെ കേസസ് തരും, എന്നിട്ട് അതിന്റെ സ്ട്രെയിൻ എനർജി, പ്രൂഫ് റെസിലിയൻസ്, മോഡുലസ് ഓഫ് റെസിലിയൻസ് കാണാൻ ചോദിക്കും. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യനിൽ അത് തന്നെ പ്രൂഫ് റെസിലിയൻസ്, മോഡുലസ് ഓഫ് റെസിലിയൻസ്, സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു ടൈപ്പ് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അടുത്തത് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലം ഏകദേശം ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ എക്സ്പെരിമെന്റ് a bar of 20 mm diameter is subjected to a pull of 40 kilonewton. The measured extension is this one. Change in diameter is this one. Calculate Poisson's ratio, Young's modulus, modulus of rigidity, bulk modulus. അതായത് ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നു. ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്. ആ എക്സ്റ്റൻഷൻ വെച്ചിട്ട് നിങ്ങൾ എലാസ്റ്റിക് കോൺസ്റ്റൻസ്, അതായത് പോയിസൺസ് റേഷ്യോ, മോഡുലസ് ഓഫ് റിജിഡിറ്റി, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, അതുപോലെ ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കണം. അതൊരു സെക്കൻഡ് കൈൻഡ് ഓഫ് പ്രോബ്ലം. വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ കോമ്പൗണ്ട് സെക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പരീക്ഷാ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു കോൺക്രീറ്റിന്റെ അകത്ത് സ്റ്റീൽ വെച്ചിട്ട് ആ കോൺക്രീറ്റിന്റെയും സ്റ്റീലിന്റെയും സ്ട്രെസ്സസ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസ് അതിവിടെ ഉണ്ട്. A steel rod 20 mm diameter is 2 meter long. Find the maximum instantaneous stress and work done at maximum elongation when an axial load 50 kilonewton is applied. ഇങ്ങനെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് സ്റ്റീൽ ഡോറും കോൺക്രീറ്റും കൂടെ തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതുപോലെ കോമ്പൗണ്ട് ബാർ അല്ലാതെ സ്റ്റീലും ബ്രാസും ആണെങ്കിൽ, സ്റ്റീലും അലുമിനിയം ആണെങ്കിൽ, അങ്ങനത്തെ ടെമ്പറേച്ചർ ഉള്ള അവസ്ഥയും ടെമ്പറേച്ചർ ഇല്ലാത്ത അവസ്ഥയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ ഡയമീറ്റർ, അതുപോലെ ചേഞ്ച് ഇൻ വോളിയം, ഇത് മൂന്നും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഞാൻ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ പോകുന്നില്ല. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി യൂട്യൂബിൽ ഇടുന്ന സമയത്ത് ഇത് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു അനാലിസിസ് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ആദ്യത്തെ ഞാൻ പറഞ്ഞു കോമ്പൗണ്ട് ബാർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതാണ് എക്സാമ്പിൾ. സോ കോമ്പൗണ്ട് ബാർസിന്റെ തിയറി പോർഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് മെയിൻ ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ വരേണ്ടത് ഈ ഒരു കേസാണ്. ഓക്കെ, 2 ബാർസ് ഉണ്ട്. ആ 2 ബാർസിന് പാരലൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ. സോ ടോട്ടൽ ഫോഴ്സ് P 2 ബാർസും തമ്മിൽ ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഓർക്കുക, ഇതാണ് കേസ്. 2 മെറ്റീരിയൽസ് ഉണ്ട്, അതിനെ പിടിച്ച് പുള്ള് ചെയ്യുന്ന സമയത്ത് ആ ഫോഴ്സ് 2 ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് പ്രോബ്ലത്തിൽ നമ്മൾ 2 കണ്ടീഷൻസ് ഉപയോഗിക്കാം. ഒന്ന് ഇക്വിലിബ്രിയം കണ്ടീഷൻ, അതായത് ഈ P ഫോഴ്സ് മെറ്റീരിയൽ 1ഉം മെറ്റീരിയൽ 2ഉം ഷെയർ ചെയ്യുന്നു. അപ്പോൾ P is equal to P1 plus P2. രണ്ടാമത്തത് കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻ. കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും എലോങ്ങേഷൻ ഈക്വൽ ആയിരിക്കും. രണ്ടും റിജിഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിന്റെ എലോങ്ങേഷൻ ഈക്വൽ ആയിരിക്കും. സോ PL/A is equal to PL/A. ആ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു സ്റ്റീല്, അലുമിനിയം 2 മെറ്റീരിയൽ ഉണ്ട്, അതിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു 50 കിലോന്യൂട്ടൺ ലോഡ് വെച്ചിട്ട് വലിക്കുന്നു. ആ സമയത്ത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് സ്ട്രെസ്സസ് രണ്ടിലെയും, അതുപോലെ എലോങ്ങേഷൻ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, കോമ്പൗണ്ട് ബാറിന്റെ ആക്സിയൽ ഫോഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 2 ഇക്വേഷൻസ് ഫോം ചെയ്യലാണ്. ആ 2 ഇക്വേഷൻസ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Due to equilibrium, total force P will be shared by both the materials. So P1 plus P2. അടുത്ത കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻ, PL/AE of one material equal to PL/AE of അടുത്ത മെറ്റീരിയൽ. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഈ 50 കിലോന്യൂട്ടൺ ഈസ് നത്തിങ് ബട്ട് P of steel plus P of aluminium. P is equal to P of steel plus P of aluminium. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഡീഫോർമേഷൻ ഈക്വൽ ആയിരിക്കും. അതായത് PL/AE of steel is equal to PL/AE of aluminium. സോ ആ 2 ഇക്വേഷൻ വെച്ചാൽ നിങ്ങൾക്ക് ഈ രണ്ട് P വാല്യൂസ് കിട്ടും. P of steel, P of aluminium രണ്ടും കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാം. സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ എലോങ്ങേഷൻ കണ്ടുപിടിക്കാം. PL/AE ആണ് എലോങ്ങേഷൻ. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ എലോങ്ങേഷൻ എടുത്താൽ മതി, എലോങ്ങേഷൻ കണ്ടുപിടിക്കാം. ആ മോഡലിലെ ബേസിക് ക്വസ്റ്റ്യൻ ആയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 സ്റ്റെപ്പേ ഉള്ളൂ. ഇങ്ങനത്തെ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ ഏത് ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യം എഴുതി വെക്കുക. ഇപ്പൊ ലോഡ് തന്നിട്ടുണ്ട്, ലോഡ്
ഈസ് ഈക്വൽ ടു 50 kN. മോഡുലസ് ഓഫ് വെലോസിറ്റി ഇതാണ്. അങ്ങനെ ഓരോന്ന് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ ഏതാണോ അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കുക. അതാണ് ചെയ്യേണ്ടത് ബേസിക്കലി. സോ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യേണ്ട 2 ഇക്വേഷൻ ഫോം ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഇക്വേഷൻ, 50 ഈസ് ഈക്വൽ ടു പി ഓഫ് സ്റ്റീൽ പ്ലസ് പി ഓഫ് അലുമിനിയം. രണ്ടാമത്തെ ഇക്വേഷൻ എലോങ്ങേഷൻ ഓഫ് അലുമിനിയം ഈസ് ഈക്വൽ ടു എലോങ്ങേഷൻ ഓഫ് സ്റ്റീൽ. രണ്ടും കൂടെ എടുക്കുക, രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വേണ്ട കാര്യങ്ങൾ, ഇവിടെ സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ സ്ട്രെസ് കണ്ടുപിടിക്കുക. എലോങ്ങേഷൻ വേണമെങ്കിൽ എലോങ്ങേഷൻ കണ്ടുപിടിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ അടുത്തത് ഒരു സർക്കുലർ ബാർ, ഇതേ സെയിം മെത്തേഡാണ്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇത്. ഒരു കോൺക്രീറ്റ് കോളം തന്നിട്ട് അതിന്റെ ക്രോസ് സെക്ഷൻ തരുന്നു. സെയിം മെത്തേഡാണ്. ഇവിടെ നിങ്ങളിവിടെ കണ്ടു അലുമിനിയം സ്റ്റീലും ഉണ്ട്, അതുപോലെ ഇവിടെ സ്റ്റീലും കോൺക്രീറ്റും ആണ് അല്ലെ, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ഇക്വേഷൻ ഫോം ചെയ്യുക. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോഡ്, ഈ കോളത്തിൽ വരുന്ന ടോട്ടൽ ലോഡ് ഈസ് ഈക്വൽ ടു ലോഡ് ടേക്കൺ ബൈ സ്റ്റീൽ പ്ലസ് ലോഡ് ടേക്കൺ ബൈ കോൺക്രീറ്റ്. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. പി ഈസ് ഈക്വൽ ടു പി എസ് പ്ലസ് പി സി. ഓക്കെ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എലോങ്ങേഷൻ ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു എലോങ്ങേഷൻ ഓഫ് കോൺക്രീറ്റ്. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. സോ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക, നിങ്ങൾ സോൾവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വാല്യൂസ് കിട്ടും. അതിൽ നിന്ന് സ്ട്രെസ്സോ എലോങ്ങേഷനോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇൻ സി. അപ്പൊ സിയിലുള്ള ഒന്നാമത്തെ ടൈപ്പ് പ്രോബ്ലം ഇതാണ്. രണ്ടാമത്തെ ടൈപ്പ് നമ്മുടെ തെർമൽ സ്ട്രെസ്സസ് ആണ്. തെർമൽ സ്ട്രെസ്സസിൽ കോമ്പൗണ്ട് ബാർസ് നമ്മൾ ആദ്യം പറഞ്ഞു. ഈ ഒരു കേസസ് ഒക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ബി പാർട്ടിലായിരിക്കും. സി പാർട്ടിൽ വരുമ്പോൾ കോമ്പോസിറ്റ് ബാർസ് ആണ് നിങ്ങളോട് ചോദിക്കുക. സോ അതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ അനാലിസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ പഠിക്കാതെ എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് കോമ്പൗണ്ട് ബാർസ് എന്ന് വെച്ചാൽ 2 മെറ്റീരിയൽ തമ്മിൽ നമ്മൾ കൂട്ടി ഒട്ടിച്ച് വെക്കുന്നു, എന്നിട്ട് ചൂടാക്കുകയോ തണുപ്പിക്കുകയോ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഇപ്പൊ α1 ഗ്രേറ്റർ ദാൻ α2, അതായത് മെറ്റീരിയൽ 1ന്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഈസ് ഗ്രേറ്റർ ദാൻ മെറ്റീരിയൽ 2ന്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ. ഓക്കെ. സോ 1ന്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ 2നേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1ന് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 1ന് കൂടുതൽ കോൺട്രാക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഇപ്പൊ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രീ ടു എക്സ്പാൻഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സാധനം അതിന്റെ L∝T വരെ പോവും, രണ്ടാമത്തെ സാധനം ഇതിന്റെ L∝T വരെ പോവും. ശ്രദ്ധിച്ചു ഞങ്ങളെ. ഒന്നാമത്തത് അതിന്റെ L∝T വരെ പോകുന്നു, രണ്ടാമത്തത് അതിന്റെ L∝T വരെ പോകുന്നു. പക്ഷേ ആക്ച്വലി ഇങ്ങനെയല്ല സംഭവിക്കുക. കാരണം രണ്ടും കൂടെ ഒട്ടിച്ചു വെച്ചേക്കാണ്. മനസ്സിലായോ? 2 മെറ്റീരിയലും കൂടെ ഒരുമിച്ച് ഒട്ടിച്ചു വെച്ച ഒരു സിംഗിൾ മെറ്റീരിയൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ എക്സ്പാൻഡ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മീറ്റ് ചെയ്യും. സോ ഫൈനൽ പൊസിഷൻ ഇങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് കാണാം, ഇങ്ങനെ ഇരിക്കുന്ന സാധനം കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് രണ്ടും ഒരേപോലെ ഇരിക്കും. സോ അതിന് മുമ്പുള്ള 2 സ്റ്റേജസ് അത് വെച്ചാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. ഇക്വേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. ഇത് L∝T പോവും, അതിന്റെ L∝T, ഇത് അതിന്റെ L∝T പോവും. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു പൊസിഷൻ, അവിടെയാണ് അത് ഫൈനലായിട്ട് നിൽക്കുക. ഈ CC എന്ന് പറയുന്ന പൊസിഷൻ ഉണ്ടല്ലോ, അവിടെയാണ് അത് ഫൈനലായിട്ട് നിൽക്കുക. എങ്ങനെയാണ് അവിടെ എത്തുന്നത്? ഇപ്പൊ ആക്ച്വലി ഒന്നാമത്തതിന്റെ എടുക്കുക. ഒന്നാമത്തത് L∝T ഇവിടം വരെ പോകുമായിരുന്നു, പക്ഷെ അതിന് ഇവിടെ തിരിച്ചു നിർത്തുന്നത് എന്താ? ഇവിടെ വരുന്ന അതിന്റെ റെസിസ്റ്റീവ് ഫോഴ്സ് P1. ആ P1 കൊണ്ട് PL/A ഉണ്ടാക്കുന്നു. ഇപ്പൊ L∝T ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഈ PL/A അതിനെ അങ്ങോട്ട് പിടിച്ചു തള്ളി ഈ സിയിൽ എത്തിക്കുന്നു. ഇനി രണ്ടാമത്തത് എക്സ്പാൻഷൻ കുറഞ്ഞ സാധനമോ ഈ ലൈൻ എത്തുന്നില്ല, അതിന് മുന്നേ ആണ് നിൽക്കുന്നത്. അപ്പൊ അതിന് L∝T അവിടം വരെയുള്ളൂ, തിരിച്ച് ഇത്രയും ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അതെന്തുകൊണ്ടാ? അത് തമ്മിലുള്ള കണക്ഷൻ ഫോഴ്സ് കൊണ്ട് അത് പിടിച്ച് ഇങ്ങോട്ട് വലിക്കും. അങ്ങനെ പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു PL/A വരും. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് വേണ്ടത് Δ1 ആണ്, Δ2 ആണ്. Δ1 ഈസ് ഈക്വൽ ടു Δ2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ അല്ലെ. ഫൈനൽ എക്സ്പാൻഷൻ എല്ലാത്തിന്റെയും സെയിം ആണ്, രണ്ടിന്റെ എക്സ്പാൻഷൻ സെയിം ആണ്. അതാണ് നമ്മുടെ ഇക്വേഷൻ. അത് വെച്ച് എഴുതി കഴിയുമ്പോൾ L∝1T മൈനസ് PL/A ഓഫ് ദാറ്റ് മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു L∝T ഓഫ് സെക്കൻഡ് മെറ്റീരിയൽ പ്ലസ് PL/A. അപ്പൊ പിടിച്ചു വലിക്കുന്നതിന് PL/A ആഡ് ചെയ്യുക, അങ്ങോട്ട് തിരിച്ചു തള്ളുന്നതിന് മൈനസ് ചെയ്യുക. അത് ഓർത്തിരിക്കാൻ എന്താ, ഇതിന് ആൽഫ കൂടുതലുള്ളതിനായിരിക്കും നെഗറ്റീവ് വരിക, ആൽഫ കുറവുള്ളതിന് പ്ലസ് ആയിരിക്കും വരിക. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. സോ ഫൈനൽ എക്സ്പാൻഷൻ ഇതാണ്. ഈ കേസിൽ നിങ്ങൾക്ക് 2 ഇക്വേഷൻ ആണ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വരിക. ഒന്നാമത്തെ കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ ഇത്, ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇത്. സോ ഏത് ഫോഴ്സ് ആണോ വരുന്നത് ആ ഫോഴ്സ് ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2. അത് രണ്ടും കൂടി ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും.
സോ എക്സാമ്പിൾ പ്രോബ്ലംസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് സമയം കുറേ എടുക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി ഇതിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീലിന്റെ മുകളിൽ 2 കോപ്പർ പ്ലേറ്റ്സ് വെച്ചിട്ട് അതിന്റെ എക്സ്പാൻഷനാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി 2 കോപ്പർ പ്ലേറ്റ്സ് ഉണ്ട്. ഓർക്കുക, ഒരു സ്റ്റീലിന്റെ മുകളിൽ അപ്പുറത്തും ഇപ്പുറത്തും 2 കോപ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഇക്വിലിബ്രിയം PS is equal to PC plus PC ആയിരിക്കും. ഓക്കെ, ഒരെണ്ണം പിടിച്ച് വലിക്കുന്നു, ബാക്കി 2 അങ്ങോട്ട് തള്ളുന്നു. സോ PS is equal to 2PC എന്ന് വരും. വേറെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതില് ഒരു മെറ്റീരിയലിനെ റൗണ്ട് ചെയ്തിട്ട് വേറൊരു മെറ്റീരിയൽ ആയിരിക്കും. അപ്പൊ ആക്ച്വലി അവിടെ ഒരു 3 പ്ലേറ്റ് ഇതേപോലെ ഉണ്ടാവത്തില്ല. ഇവിടെ 3 പ്ലേറ്റ് ഉണ്ട്, ഇവിടെ 3 പ്ലേറ്റ് ഇല്ല, ആക്ച്വലി 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ PS is equal to PB. ഓക്കെ, ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. ഇപ്പൊ 2നും വരുന്ന ഫോഴ്സസ് സെയിം ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, സോ അതൊന്ന് മൈൻഡിൽ വെച്ചാൽ മതി, നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഞാൻ പറഞ്ഞത് വേറൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ഉള്ളത് ഇതാണ്. ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കുക, ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടുപിടിക്കുക, ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കുക. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡീറ്റെയിൽസ്. ഇത് നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റീൽ റോഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ ഡയമീറ്റർ, ചേഞ്ച് ഇൻ വോളിയം, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ബേസിക് ആയിട്ട് ഇവിടെ ആക്സിയൽ ലോഡ് ഇങ്ങനെ പിടിച്ച് പുള്ളി ചെയ്യുന്നു, അതിപ്പോ ഇതിന്റെ ലെങ്ത് കൂടുന്നു. അപ്പൊ ഈ ലെങ്ത്തിലുള്ള വേരിയേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത്തിനുള്ള വേരിയേഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ ബേസിക് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി, PL/A. ഇപ്പൊ ഇവിടെ ലോഡ് ഉണ്ട്, L ലെങ്ത് ഉണ്ട്, ഏരിയ തന്നിട്ടുണ്ടാവും, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി തന്നിട്ടുണ്ടാവും. PL/A ഇട്ടാൽ ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. അടുത്ത ചേഞ്ച് ഇൻ ഡയമീറ്റർ. ചേഞ്ച് ഇൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലാറ്ററൽ ഡയറക്ഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ അല്ല, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? ഡയമീറ്റർ കുറയുന്നു അല്ലെ? അത് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ പോയിസൺസ് റേഷ്യോ ആണ്. പോയിസൺസ് റേഷ്യോ എന്താ? ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇതിൽ ലാറ്ററൽ സ്ട്രെയിൻ നമുക്ക് കണ്ടുപിടിച്ചാൽ, ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്ററൽ ഡയറക്ഷനിൽ നടക്കുന്ന ചേഞ്ച് ഇൻ ലെങ്ത്, അതാണ് ഡയമീറ്റർ ചേഞ്ച് അല്ലെ? ആ ഡയമീറ്റർ ചേഞ്ച് അറിയാമെങ്കിൽ നമുക്ക് ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് ഇവിടെ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ലാറ്ററൽ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു പോയിസൺസ് റേഷ്യോ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എവിടെ നിന്ന് കിട്ടും? നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് അറിയാം, ഒറിജിനൽ ലെങ്ത് അറിയാം. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സോ ആ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇൻറ്റു പോയിസൺസ് റേഷ്യോ ചെയ്താൽ നിങ്ങൾക്ക് ലാറ്ററൽ സ്ട്രെയിൻ കിട്ടും. ഇപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ അറിയാം, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അറിയാം, നിങ്ങൾക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അറിയാം, പോയിസൺസ് റേഷ്യോ അറിയാം, അതിൻ്റെ അകത്തുനിന്ന് ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാം. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ D/D ആണ്. അതിൽ നിന്ന് ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എപ്പോഴും പഠിച്ചു വെക്കണം. ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഇത് പഠിച്ചു വെക്കുക. എപ്സിലോൺ V is equal to എപ്സിലോൺ L into 1 - 2 mu. എപ്സിലോൺ V എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം, അതായത് വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. എപ്സിലോൺ L എന്ന് പറഞ്ഞാൽ ലീനിയർ സ്ട്രെയിൻ ആണ്. 1 - 2 mu. mu പോയിസൺസ് റേഷ്യോ ആണ്. ഓക്കെ, ഇത് വെച്ച് നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കുക. ആ ചേഞ്ച് ഇൻ വോളിയം വെച്ചിട്ട്, അതാണ് ക്വസ്റ്റ്യൻ. ചേഞ്ച് ഇൻ വോളിയം നിങ്ങൾക്ക് ഈ ഒരു വോളിയോമെട്രിക് സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് അടുത്ത കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തന്നിട്ട് 3 മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാൻ പറയും. അതിന് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഇക്വേഷൻസ് ആണ്. E is equal to 2g into 1 plus nu, E is equal to 3k into 1 minus 2 nu, E is equal to 9kg into 3k plus g. ഈ 3 ഇക്വേഷൻസ് പഠിക്കണം. ഈ 3 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡുലസ് ഓഫ് റിജിഡിറ്റി, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, ബൾക്ക് മോഡുലസ്, ഇത് 3ഉം കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അതിന്റെ എക്സാമ്പിൾ ഇതാണ്. ഒരു ബാർ തന്നിട്ടുണ്ട്, അതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ആക്സിയൽ പുള്ള് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ ഡയമീറ്ററും തന്നിട്ടുണ്ട്. ഫൈൻഡ് പോയിസൺസ് റേഷ്യോ ആൻഡ് 3 മോഡുലൈ ഓഫ് ബാർ. ഇതൊരു റെപ്പിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ചെയ്യേണ്ടത് ആദ്യം പോയിസൺസ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ലാറ്ററൽ സ്ട്രെയിൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, ഡയമീറ്റർ ഡയറക്ഷനിൽ നടക്കുന്ന സ്ട്രെയിൻ. ഇപ്പൊ ഇവിടെ ചേഞ്ച് ഇൻ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഒറിജിനൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ 0.1/20 അതാണ്
ലാറ്ററൽ സ്ട്രെയിൻ അല്ലെ. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എങ്ങനെ കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സോ ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് 0.1 ആണ്. ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഗേജ് ലെങ്ത് 200 ആണ്. അപ്പോൾ 0.1/200 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കിട്ടും. ഇപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്ക് പോയിസൺസ് റേഷ്യോ കിട്ടി. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. അടുത്ത ഹലോ, സോറി കണക്ഷൻ പോയതാണ്, ഒരു സെക്കൻഡ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പോയിസൺസ് റേഷ്യോ കിട്ടി. പോയിസൺസ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി. മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി, മൂന്ന് മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി, ബൾക്ക് മോഡുലസ്, അതുപോലെ മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഈ മൂന്നെണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് മൂന്നും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഇക്വേഷൻസ് വെച്ചാണ് നമ്മൾ ഇനി പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ ആദ്യം മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി കണ്ടുപിടിക്കുക. അത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സ്ട്രെസ് കണ്ടുപിടിക്കാൻ ലോഡ് ഉണ്ട്, ഏരിയ ഉണ്ട്. ലോഡ് ബൈ ഏരിയ ചെയ്താൽ സ്ട്രെസ് കിട്ടി. ഓക്കെ, സോറി, ലോഡ് ബൈ ഏരിയ കിട്ടിയ സ്ട്രെസ് കിട്ടി. സ്ട്രെയിൻ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി. അപ്പൊ ആ പോർഷൻ കഴിഞ്ഞു. ഒന്നാമത്തെ മോഡുലസ് ആയി. രണ്ടാമത്തത് മോഡുലസ് ഓഫ് റിജിഡിറ്റി. അതായത് നിങ്ങൾക്ക് പോയിസൺസ് റേഷ്യോ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി നിങ്ങൾക്ക് അറിയാം. ഈ രണ്ടും അറിയാമെങ്കിൽ നിങ്ങൾ ആ ഇക്വേഷൻ പഠിച്ചാൽ E = 2G × 1 + nu. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് മോഡുലസ് ഓഫ് റിജിഡിറ്റി കിട്ടും. അതുപോലെ മോഡുലസ് ഓഫ് റിജിഡിറ്റിയും മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റിയും ബൾക്ക് മോഡുലസും പോയിസൺസ് റേഷ്യോയും കണക്ട് ചെയ്തിട്ട് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ബൾക്ക് മോഡുലസും കിട്ടും. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പഠിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട 2 ക്വസ്റ്റ്യൻ, ആ കോമ്പൗണ്ട് ബാർസിന്റെ ക്വസ്റ്റ്യൻ, 2 കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പഠിക്കണം. അതുപോലെ ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് പോയിസൺസ് റേഷ്യോ 3 മോഡിലേക്ക് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് പഠിക്കണം. അതിന് തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ ഡയമീറ്റർ, ചേഞ്ച് ഇൻ വോളിയം, ഇത് മൂന്നും കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനും പഠിച്ചു വെക്കുക. പിന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ മൊഡ്യൂളിൽ നിങ്ങൾ ഏതൊക്കെ അവോയ്ഡ് ചെയ്താലും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട പോർഷൻ ആണ് സ്ട്രെസ് ഡ്യൂ ടു സ്ട്രെയിൻ എനർജി. സ്ട്രെയിൻ എനർജി പോർഷൻ നിർബന്ധമായിട്ട് പഠിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ എല്ലാ തിയറട്ടിക്കൽ പോർഷനും, തിയറട്ടിക്കൽ പോർഷൻ നിങ്ങൾക്ക് അറിയാം, കുറേ സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ ആണ്. ആ 9 പ്രോപ്പർട്ടീൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ, ഇത് നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ടാൽ പരീക്ഷ എഴുതാനുള്ള പ്രിപ്പറേഷൻ അല്ല, നമ്മൾ ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ നിങ്ങൾ എല്ലാവരും നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എല്ലാ പ്രോബ്ലവും ചെയ്തില്ലെങ്കിലും ആ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ പറ്റുന്നോ എന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, സംശയമില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ ഈ ഒരു പാത്തേണിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഇപ്പം ബേസിക്കലി നിങ്ങൾ എന്ത് പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എന്ത് നിർബന്ധമായും പഠിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പോർഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. സെക്കൻഡ് മൊഡ്യൂൾ ബൾക്കിയാണ്, അപ്പോൾ എല്ലാം കൂടെ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ ഞാൻ പറയാതെ പോയ കുറേ പോർഷൻസ് ഉണ്ട്. കോമ്പൗണ്ട് ബാർസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കണം എന്നില്ല, കാരണം പരീക്ഷയ്ക്ക് വളരെ കുറച്ചേ ചോദിക്കാറുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം നമുക്ക് 3rd മൊഡ്യൂൾ ഇതേപോലെ ഡിസ്കസ് ചെയ്യാം. സോ ബൈ.